ഈ കൃഷ്ണാഷ്ടമി, ശ്രീകൃഷ്ണ ജയന്തി വരുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് CH മുഹമ്മദ് കോയയാണ്. അദ്ദേഹമാണ് ശ്രീകൃഷ്ണ ജയന്തിക്ക് കേരളത്തിൽ പൊതു അവധി പ്രഖ്യാപിച്ചത്. അപ്പോൾ ഇതിനകത്തൊരു മതേതര സ്വഭാവമുണ്ട് എന്നുള്ളതാണ്. അത്തരത്തിലൊരു മതേതരത്വത്തോടു കൂടിയാണ് കേരളം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ മതേതരത്വത്തിൻ്റെ പേര് അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്ന പാർട്ടി ഒരു ഭാഗത്ത് അയ്യപ്പൻ്റെ മറവിൽ ഹൈന്ദവ വോട്ട് പിടിക്കാൻ ശ്രമിക്കുന്നു, അതേസമയം ശ്രീകൃഷ്ണ ശോഭായാത്രയെ തല്ലിത്തകർക്കാനും ശ്രമിക്കുന്നു. കേരളത്തിൻ്റെ രണ്ടറ്റങ്ങളിലായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ് ഇത്. ഏത് തരത്തിലേക്കാണ് കേരളത്തിൻ്റെ ഒരു പോക്കെന്നുള്ളതിലാണ് നമുക്ക് അത്ഭുതപ്പെട്ട് നിൽക്കുന്നത്. ഇതിൽ അങ്ങ് പറഞ്ഞ പേരിൽ നിന്ന് തന്നെ ഞാൻ ആരംഭിക്കാം. ശ്രീ CH മുഹമ്മദ് കോയ ഉത്സാഹിച്ചുകൊണ്ട് പൊതു അവധി പ്രഖ്യാപിച്ചൊരു കാര്യം സൂചിപ്പിച്ചുള്ളൂ. ശ്രീ CH മുഹമ്മദ് കോയയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ പഴയകാല പല നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം, അവരുടെ രാഷ്ട്രീയങ്ങൾക്കും മതവിശ്വാസങ്ങൾക്കും അതീതമായിട്ട് ഈ നാടിൻ്റെ സ്വത്വത്തെയും പാരമ്പര്യത്തെയും അംഗീകരിക്കാനും അത് തകർക്കപ്പെടേണ്ടതല്ല എന്ന് വിശ്വസിക്കാനുമുള്ള ഒരു മനോഭാവം ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് അവർ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു ചിന്താഗതി, അത് മിക്ക പാർട്ടികളിലും ഉണ്ട് അത്തരക്കാർ, സാംസ്കാരിക ശിഥിലീകരണം സംഭവിക്കേണ്ടത് അനിവാര്യമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട്. അത് മിക്ക പാർട്ടികളിലും ഉണ്ട് അവരുടെ സാന്നിധ്യം. അവർക്ക് മേൽക്കൈ മിക്ക പാർട്ടികളിലും വരുന്നുണ്ട്. അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലാണ് കുറേ കൂടുതലായിട്ടുള്ളത്. സാംസ്കാരിക ശിഥിലീകരണം സംഭവിച്ചാൽ മാത്രമേ ഇവിടെ ഒരു നവ ചിന്താഗതിക്ക്, അല്ലെങ്കിൽ കമ്മ്യൂണിസം പോലെയുള്ള ആശയങ്ങൾക്ക്, അവർ ഇപ്പോഴേ ഏത് കമ്മ്യൂണിസത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. കമ്മ്യൂണിസത്തിന് തന്നെ ഒരുപാട് രൂപാന്തരങ്ങളും ഒരുപാട് ഭിന്ന ഭിന്ന മാതൃകകളും അപജയങ്ങളും ഒക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ആ കമ്മ്യൂണിസം അല്ല ഒറിജിനൽ കമ്മ്യൂണിസം, ഞങ്ങളുടെ കമ്മ്യൂണിസമാണെന്ന് ഒരാൾ പറയും. അപ്പോൾ പറയും മറ്റേ മാതൃകയാണ് കുറേ കൂടെ സ്വീകാര്യം എന്ന് പറയും. അപ്പോൾ ഏതേത് ആണെങ്കിലും കേരളത്തിൽ തന്നെ നിരവധി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുണ്ട്. അവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴി പറയുന്ന തിരക്കിലുമാണ്. അപ്പോൾ ഏതൊക്കെയാണെങ്കിലും ഈ ഇടതുപക്ഷത്തിൻ്റെ ഓരം ചേർന്ന് കിടക്കുന്ന ആളുകൾ പൊതുവായിട്ടും സംസ്കാരത്തെ ശിഥിലീകരിക്കണം എന്ന് വിശ്വസിക്കുന്ന ആളുകളായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ഇപ്പോഴല്ല, നേരത്തെയുണ്ട്. ശ്രീ AK ഗോപാലൻ്റെ ഒരു കാലഘട്ടത്തിൽ ശബരിമലയിലേക്ക് ഒരുപാട് ഹിന്ദുക്കൾ പോകുന്നു. പാർട്ടി ഗ്രാമങ്ങളായിരിക്കുന്ന ആ സ്ഥലങ്ങളിൽ നിന്ന് പോലും ആളുകൾ പോകുന്നു. വ്രതം പിടിച്ച് 10-41 ദിവസം വ്രതം പിടിച്ച് പോകുന്നു എന്ന് കണ്ട് ആകുലപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹം അന്ന് ചുവപ്പ് കൊടുത്തിട്ട് ശബരിമല പോകണം, ശബരിമല പോകുന്നതിനെ പെട്ടെന്ന് വെട്ടാൻ വേണ്ടി പോയാൽ നടക്കില്ല, കറുപ്പിന് പകരം ചുവപ്പ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു സംവിധാനം ചെയ്തു. ഇതെല്ലാം ഈ സംസ്കാര ശിഥിലീകരണത്തിൻ്റെ ഓരോ പരീക്ഷണങ്ങളായിരുന്നു. പിന്നീട് 2017 എന്ന് തോന്നുന്നു P ജയരാജൻ ഈ ശോഭായാത്ര ആ രീതിയിലല്ല, ശ്രീകൃഷ്ണ ജയന്തിയുടെ സമയത്ത് സമൂഹത്തെ മറ്റെന്തെങ്കിലും രീതിയിൽ എൻഗേജ് ചെയ്യിക്കണം. ഇപ്പോൾ ശ്രീകൃഷ്ണ ജയന്തി ട്രെൻഡായിരിക്കുന്നത് കൊണ്ടും കുട്ടികൾക്ക് കുറെ കൂടെ ഉത്സാഹം ആ വിഷയത്തിലുള്ളത് കൊണ്ടും അത്തരത്തിലുള്ള ഒരു പരിപാടി, അതേ മാതൃകയിലുള്ള ഒരു പരിപാടി വേണമെന്ന് പറഞ്ഞ് ശ്രീ P ജയരാജൻ്റെ നേതൃത്വത്തിൽ കുറേ കാര്യങ്ങളൊക്കെ ആ സമയത്തുണ്ടായി. അപ്പോൾ അത് കുറേ ഒന്ന് ശരിയാക്കിയെടുക്കാനൊക്കെ അവർ നോക്കിയെങ്കിലും അതിൽ വലിയ പ്രതികരണമൊന്നും സമൂഹത്തിൽ നിന്നുണ്ടായില്ല. എന്ന് മാത്രമല്ല, ഓൾറെഡി തന്നെ ജിഹാദി പ്രസ്ഥാനങ്ങളുടെ നോട്ടപ്പുള്ളിയാണ് P ജയരാജൻ. കണ്ണൂർ ജില്ലയിലെ നാറാത്തിനടുത്തുണ്ടായിരുന്ന ഒരു കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ട് ഈ P ജയരാജനും അതുപോലെ TV രാജേഷും ഒക്കെ പ്രതികളായിരുന്നു, ഒരു മുസ്ലിം ലീഗ് പ്രവർത്തകൻ്റെ. അപ്പോൾ അതിൽ ആ കല്ലെറിഞ്ഞു വന്ന ഒരു കേസ് ഉണ്ടായിരുന്നല്ലോ, ഒരു യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകനെ. അപ്പോൾ ആ ഒരു കേസോട് കൂടിയിട്ട് ജിഹാദി പ്രസ്ഥാനങ്ങളെല്ലാം ഇദ്ദേഹത്തെ മതപരമായിട്ട് ടാർഗറ്റ് ചെയ്തു. അതേ സമയത്ത് തന്നെ ഇദ്ദേഹം മതപരമായിട്ടുള്ള കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ് എന്ന്, സത്യത്തിൽ പ്രോത്സാഹിപ്പിക്കുകയല്ല, AKGയുടെ പാത പിന്തുടർന്നുകൊണ്ട് സംസ്കാര ശിഥിലീകരണത്തിൻ്റെ ഒരു പുതിയ പരീക്ഷണം നടത്തുകയായിരുന്നു. ഈ രീതിയിൽ P ജയരാജനെ കോർണർ ചെയ്യാനുള്ള ശ്രമം അവിടെ ജിഹാദി പ്രസ്ഥാനങ്ങളുടെ ആളുകളായിട്ട് പാർട്ടിക്കകത്ത് വന്നുചേർന്നിരിക്കുന്ന ആളുകളും ചെയ്തു. അതേ സമയത്ത് മറ്റൊരു തലത്തിൽ ഈ സംസ്കാര ശിഥിലീകരണം നേരിട്ടുള്ള കയ്യേറ്റ ശ്രമങ്ങളിലേക്ക് മുന്നോട്ട് നീങ്ങി എന്നുള്ളതാണ്. അതാണ് ഈ കഴിഞ്ഞ ദിവസം ചിറ്റാരിപ്പറമ്പിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. കയ്യേറ്റ ശ്രമങ്ങളിലേക്ക് ഇപ്പോഴും തുടങ്ങിയല്ല, ഈ കയ്യേറ്റ ശ്രമം ലഹള കൂട്ടിയിട്ട്
ആളുകളെ പിന്തിരിപ്പിക്കുക, ഇതൊക്കെ ഇപ്പോഴും തുടങ്ങിയിട്ടില്ല. ഇതിനൊക്കെ പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ഈ ശോഭായാത്ര നോക്കുക, ശ്രീകൃഷ്ണ ജയന്തി ശോഭായാത്രയിൽ ഏറ്റവും കൂടുതൽ പങ്കെടുക്കുന്നത് അമ്മമാർ, സഹോദരിമാർ, കുഞ്ഞുങ്ങളാണ്. അവിടെ ഇവിടെയൊക്കെ ലഹളയുണ്ടായി, അടിയുണ്ടായി എന്ന് പറയുമ്പോൾ കുഞ്ഞുങ്ങളെ വിടാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും അമ്മമാർ തയ്യാറാവുമോ? ഏതെങ്കിലും സഹോദരിമാർ, അമ്മമാരെ വിടാൻ വേണ്ടിയിട്ട് വീട്ടിലെ ചെറുപ്പക്കാർ അല്ലെങ്കിൽ പുരുഷന്മാർ തയ്യാറാവുമോ? അപ്പോൾ എത്രമാത്രം ഇത് പൊളിച്ചു കളയാം, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംസ്കാര ശിഥിലീകരണത്തിന് വേണ്ടിയിട്ട് എത്രമാത്രം ഭീഷണിയുടെ ഭാഷ ഉപയോഗിക്കാം, ഇതാണ് നമ്മൾ ഈ കഴിഞ്ഞ ദിവസം കണ്ടത്. ഇത് കുറേ കാലമായിട്ടുണ്ട്, പല മേഖലകളിലായിട്ട് ഇത് വളരെ പ്രസ്ഫുടമായിട്ട് നമ്മുടെ മുന്നിൽ. അല്ല, അതാണ് ഇപ്പോൾ ഞാൻ ചോദിക്കുന്നത്. ഒരു ഭാഗത്ത് അത്തരത്തിൽ ഇതിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു, മറുഭാഗത്ത് അയ്യപ്പ ഭക്തരെ സംഘടിപ്പിച്ചുകൊണ്ട് അത് വോട്ടാക്കി മാറ്റാനുള്ള, അയ്യപ്പ ഭക്തരല്ല നമുക്കറിയാം, പിന്നെ വലിയ ബിസിനസ്സുകാരാണ് അയ്യപ്പ ഭക്ത സംഗമത്തിൽ വരാൻ പോകുന്നത് എന്നുള്ളതാണ്. ഇത് രണ്ടും കൂടി നോക്കണം. എന്തായാലും ഒരു കാലത്ത് ഈ CPM പാർട്ടി പ്രവർത്തകരൊക്കെ തന്നെയായിരുന്നു ശബരിമലയിലും ശ്രീകൃഷ്ണ ജയന്തി ശോഭായാത്രയിലും ഒക്കെ പങ്കുകൊണ്ടിരുന്നവർ. പണ്ട് EK നായനാർ തമാശയ്ക്കാണോ പറയുമായിരുന്നു, ശബരിമല തീർത്ഥാടന കാലത്ത് CPMന്റെ ഒരു കാണിക്കപ്പെട്ടി പോകുന്ന വഴിക്കൊക്കെ എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ അത് നിറയും എന്നൊക്കെ. അത്രയ്ക്ക് CPMകാരാണ്. അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞത്, CPMനെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ പ്രത്യയശാസ്ത്രം അതേ രീതിയിൽ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി പറ്റാത്ത ഒരു സാഹചര്യം കേരളത്തിലുണ്ട്. കാരണം CPMന്റെ താഴെത്തട്ടിലുള്ള പ്രവർത്തകരിൽ ഭൂരിഭാഗവും നല്ല വിശ്വാസികളാണ്. മുകളിലുള്ള ആളുകളും വലിയ വിശ്വാസികളാണ്. പക്ഷെ അവർ ഈ കള്ളപ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതിലുള്ളത് ഈ അയ്യപ്പ ഭക്ത സംഗമമായിക്കോട്ടെ, മറ്റ് ഇപ്പോൾ P. ജയരാജൻ്റെ മോഡൽ നടന്നു വന്ന അമ്പാടി സഖാക്കന്മാരുടെ പരിപാടികളായിക്കോട്ടെ, ഇതെല്ലാം തന്നെ ഈ ശിഥിലീകരണ പ്രവർത്തനത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഏതൊരു കാഴ്ചപ്പാടാണോ AKGക്ക് അന്നുണ്ടായിരുന്നു. ചുവപ്പെടുത്ത് ശബരിമല പോകാൻ വേണ്ടി പറഞ്ഞ അതിൻ്റെ പുതിയ രൂപമാണ് നമ്മളിപ്പോൾ അയ്യപ്പ ഭക്ത സംഗമത്തെ കണ്ടത്. അതുപോലെ തന്നെ P. ജയരാജൻ്റെ കാര്യത്തിൽ കണ്ടത്. പക്ഷെ അതേ സമയത്ത് തന്നെ ഇവരുടെ ഒരു മറുവശം എന്ന് പറയുന്നത് അതിനെ പാടെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ്. പ്രത്യക്ഷമായിട്ടുള്ള നശീകരണം, മറ്റേത് പരോക്ഷമായിട്ട് ടാക്ട്ഫുള്ളി, ഇത് ഫോഴ്സ്ഫുള്ളി. രണ്ട് ആംഗിളാണ് ഇതിനുള്ളത്. ഒന്ന് ടാക്ട്ഫുള്ളി ഇല്ലാതാക്കുക. ടാക്ട്ഫുള്ളി ഇല്ലാതാക്കുന്നതാണ് AKGയുടെ ചുവപ്പ് കൊടുത്ത് പോകാൻ വേണ്ടി പറഞ്ഞതും അയ്യപ്പ സംഗമം നടത്തിയിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്കൂടെ ഒരു പുതിയ പ്രഖ്യാപനം കൊണ്ടുവരിക, അയ്യപ്പ സംഗമത്തിൽ തീരുമാനിച്ചതാണ് എന്ന് പറഞ്ഞ് പുതിയ കാര്യങ്ങളൊക്കെ കൊണ്ടുവരിക. ഇതൊക്കെ ഇനി എന്തൊക്കെ സംഭവിക്കാൻ വേണ്ടി പോകുന്നത് നമുക്ക് കാണാം. അയ്യപ്പ ഭക്ത സംഗമത്തിൽ പുതിയൊരു കമ്മിറ്റിക്കൊക്കെ രൂപം കൊടുത്തേക്കാം. ആഗോള അയ്യപ്പ സംഘടന, ഇപ്പോൾ കേരളത്തിൽ തന്നെ ദേശീയ തലത്തിൽ തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നിരവധി സംഘടനകളുണ്ട്. അയ്യപ്പ സേവാ സമാജമുണ്ട്, അയ്യപ്പ സേവാ സംഘമുണ്ട്, മറ്റൊരുപാട് സംഘടനകളുണ്ട്. ഇപ്പോൾ ഇനി ഇടതുപക്ഷത്തിനൊരു അയ്യപ്പ സംഘടന ഉണ്ടാവാനുള്ള ഒരു സാധ്യതയാണ് ഞാനിപ്പോൾ തെളിഞ്ഞു കാണുന്നത്. അപ്പൊ ഈ മറ്റുള്ളവരെ എനിക്ക് തോന്നുന്നു അവിടെ നിന്ന് മായ്ക്കും. നമുക്ക് അയ്യപ്പ സേവാ സംഘത്തിന് 75 വർഷം പഴക്കമുണ്ട്. അവര് ശബരിമലയിൽ ചെയ്തിട്ടുള്ള സേവനം വളരെ വലുതാണ്. സേവാ സമാജം ചെയ്യുന്ന സേവനം നമുക്ക് കാണാം. അയ്യപ്പ സേവാ സമാജവും അതുപോലെ ആയി വരുന്നു. അയ്യപ്പ സേവാ സമാജം എത്തിയിട്ടതാണ്ട് ഒരു 20 ആണ്. എനിക്ക് തോന്നുന്നു അയ്യപ്പ സേവാ സമാജത്തിന്റെ കൂടുതൽ പ്രവർത്തനങ്ങൾ അങ്ങയുടെ ദൃഷ്ടിയിൽ പെടാത്താണെന്ന് തോന്നുന്നു. ഇന്ന് ഏറ്റവും കൂടുതൽ കേരളത്തിലും ഇതര സംസ്ഥാനങ്ങളിലും അയ്യപ്പ സേവന രംഗത്ത് മുന്നിൽ നിൽക്കുന്ന സംഘടന. ഇത് രണ്ടുപേരുടെയും പ്രവർത്തനങ്ങൾ ഞാൻ കാണുന്ന ഒരാളാണ്. എനിക്കറിയാം, തീർത്ഥാടന പാതയിൽ പലയിടങ്ങളിൽ അയ്യപ്പ സേവാ സമാജം അന്നദാനം, അതുപോലെ തന്നെ ആശുപത്രി സൗകര്യങ്ങളും ഒക്കെ ഒരുക്കി. ഗുണമെന്ന് പറഞ്ഞാൽ അവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവർക്ക് താഴെത്തട്ട് വരെ സംഘടനാ സ്ട്രക്ചർ വളരെ സജീവമാണ്. മറ്റേത് ആ ഒരു പഴക്കം കൊണ്ടുണ്ടായിരിക്കുന്ന ഒരു ഇരുത്തം, ആ ഒരു കാര്യം അല്ല. അവരുടെ ഞാൻ പറഞ്ഞു വന്നത് ആസ്തിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഈ അയ്യപ്പ സേവാ സംഘം വലിയ ദേവസ്വം ബോർഡിനേക്കാളും വലിയ ആസ്തികളൊക്കെ. ഞാൻ പറഞ്ഞു വന്നത് ഈ മിക്കവാറും അയ്യപ്പ സംഗമത്തോടനുബന്ധിച്ച് CPMന്റെ ഒരു അയ്യപ്പ സംഘടന ഉണ്ടാകും. ഞാൻ AKGയുടെ ചുവട് പിടിച്ചുകൊണ്ടാണ്, AKGയുടെ ആ വാക്കുകളുടെ ചുവട് പിടിച്ചുകൊണ്ടാണ് ഈ അയ്യപ്പ സംഗമവും P. ജയരാജൻ സംരംഭവും നടക്കുന്നത്. അത് ടാക്ട്ഫുള്ളി ഉള്ളൊരു നീക്കമാണ് എങ്കിൽ വളരെ ഫോഴ്സ്ഫുള്ളി തന്നെ ഈ ശിഥിലീകരണം നടപ്പിലാക്കുന്ന ഒരു രീതിയാണ് കയ്യൂക്കിൻ്റെ ഭാഷ, ഭീഷണിയുടെ ഭാഷ ഒക്കെ പ്രയോഗിച്ചുകൊണ്ടുള്ളത്. അതാണ് അമ്മമാരെ, കുട്ടികളെയൊക്കെ ഭീതിപ്പെടുത്തുക, ചെതറി ഓടിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. ആ സ്ഥലത്ത് ഇപ്പോൾ ഈ ചിറ്റാരിപ്പറമ്പ് ഭാഗത്തൊക്കെയാണ് ഈ പ്രശ്നം നടന്നതെന്ന് പറഞ്ഞത്. അടുത്ത പ്രാവശ്യം ഏതെങ്കിലും വീട്ടിൽ നിന്ന് കുഞ്ഞുങ്ങളെ ഇറക്കാൻ വേണ്ടി ആരെങ്കിലും ധൈര്യപ്പെടുമോ? ആ ഭാഗത്തിന് നടക്കാൻ വേണ്ടി പാടില്ല എന്നുള്ളതാണ് തീരുമാനം.
കണ്ണവം പ്രദേശത്തിൻ്റെയൊക്കെ പ്രത്യേകത അറിയാമല്ലോ, തീവ്രവാദ പ്രവർത്തനത്തിൻ്റെ കേന്ദ്രമാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ അത്തരത്തിലുള്ള പ്രീണനങ്ങൾ കൂടെ ഒരു ഘടകമാണ്. അപ്പോൾ ഒരേ സമയത്ത് തന്നെ ടാക്ട്ഫുള്ളിയും ഫോഴ്സ്ഫുള്ളിയും ഈ നാടിൻ്റെ സത്തയുടെ ശിഥിലീകരണം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് CPM പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതെന്നാണ് ഈ ശ്രീകൃഷ്ണ ജയന്തിക്ക് നേരെയുള്ള ഈ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ എനിക്ക് പറയാൻ വേണ്ടി കഴിയുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.